അങ്ങനെ ജാനകിയും ഭാവനയും വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. ആ സമയത്ത് ജയ തടയാൻ ട്ടോ. ജാനകിയോട് പറയാൻ നിക്ക് നിക്ക് എന്റെ സാരി എടുത്ത് പോയി വരികയാണല്ലോ, ഉളുപ്പുണ്ടോടി നിനക്ക് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ജാനകി ചോദിക്കുന്നുണ്ട്, എന്താ ജയ ഇത്, ഒരു സാരി ഉടുത്തതിനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ബോക്സ് ഇത് നിറയെ എന്റെ സാരിയാണ്, നിനക്ക് വേണമെങ്കിൽ ഞാൻ തരാം. അപ്പോൾ ജയ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ നീ ഇവിടെ സ്ഥിര താമസത്തിന് വന്നതാണല്ലേ, നിങ്ങൾ രണ്ടുപേരുടെയും പുറത്തു പോകും ഈ ചുറ്റിക്കളിയും എല്ലാം ഞങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഭാവന പറയുന്നത്, എന്തായാലും ആന്റി ഒരു കാര്യം ചിന്തിച്ചു, ആർക്കും ദോഷമുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഞങ്ങൾ പുറത്തു പോയത്. വൈകാതെ തന്നെ എന്തിനാണ് ഞങ്ങൾ പുറത്തു പോയത്, അതിനുള്ള കാരണം എന്താണ് എന്നൊക്കെ ആന്റി അറിയൂ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, ജയെ നീ തോളത്ത് വെച്ചിരിക്കുന്നവർ തന്നെ നിന്റെ ചെവി തിന്നുമ്പോഴേ നിനക്ക് കാര്യങ്ങൾ പിടികിട്ടും. എന്താ ഭാവന ഇവൾ പറഞ്ഞതിന്റെ അർത്ഥം എന്ന് ചോദിക്കാൻ ജയ. ആന്റി എന്തായാലും വല്യമ്മയെ സംശയിക്കണം. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ കിഡ്നാപ്പ് ചെയ്ത് ആരാണെന്നും എന്തിനാണെന്നും എന്നും അറിയാൻ വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ അത് ഏകദേശം ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഇനി കുറച്ച് കാര്യങ്ങൾ മനസ്സിലായ എല്ലാവരും അത് അറിയും. ആന്റിയോ ഞാനോ കരുതുന്ന പോലെ എല്ലാ കാര്യങ്ങളും എന്തായാലും എല്ലാം ഒന്ന് കളഞ്ഞ് തെളിയാനുണ്ട്. എന്നിട്ട് ഞങ്ങൾ ആന്റിയോടും പറയാം, മാനസ എവിടെ, എനിക്ക് അവളെ ഒന്ന് കാണണം. ഇങ്ങനെയൊക്കെ ഭാവന പറയുമ്പോൾ അവൾ മുകളിലുണ്ട്, മുറിയിലേക്ക് പോയിട്ടുണ്ട് എന്ന് പറയാൻ ജയ. പിന്നീട് ഭാവന ജാനകിയോട് വല്യമ്മ ഞാൻ അകത്തുണ്ട് എന്ന് പറഞ്ഞിട്ട് മുകളിലേക്ക് പോവാൻ ട്ടോ. ശേഷം ജാനകി ജയയോട് പറയുന്നുണ്ട്, ഭാവനെ പോലുള്ള ഒരു മരുമകളെ കിട്ടിയത് നിന്റെ ഭാഗ്യമാണ്. നിന്റെ മകനെ ചേർന്നവൾ തന്നെയാണ് ഭാവന. കാരണം അവൾ അത്രമാത്രം ഈ കുടുംബത്തെ ഇവിടെയുള്ള ഓരോ വ്യക്തികളെയും സ്നേഹിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഭാവനയെ ഒരുപാട് പുകഴ്ത്തി പറയാൻ ട്ടോ ജാനകി. എല്ലാം കേൾക്കുന്ന ജയക്ക് പുച്ഛ ഭാവമാണ്. നീ എന്താ ഭാവനയ്ക്ക് ക്ലിയർ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വന്നതാണ്, പഴയ ജാനകിയെ നീ മറന്നിട്ടില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ അവർ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പരസ്പരം തമ്മിൽ വഴക്കിടുന്നുണ്ട്. അവസാനം ജാനകി പറയുന്നുണ്ട്, ഒരു കാര്യം നീ തിരിച്ചറിഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന മാണിക്യത്തിന്റെ വില നീ ഇപ്പോൾ മനസ്സിലാക്കുന്നില്ല. നീ തിരയുന്നത് സാധാരണ ഒരു വിലക്കും കൊള്ളാത്ത മുത്തുകളെ മാത്രമാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അകത്തേക്ക് പോവാൻ ട്ടോ. ശേഷം ജയ ഒന്ന് ആലോചിക്കുകയാണ്, ഭാവനയെ തട്ടിക്കൊണ്ടു പോയത് ആരായിരിക്കും, എന്തിനാണ് അവൾ മാനസയെ കാണാൻ എന്ന് പറഞ്ഞത്. ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൺഫ്യൂഷനോടെ നിൽക്കാൻ ട്ടോ. പിന്നീട് കാണിക്കുന്നത് ഭാവന മാനസയെ പിടിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് വന്ന് ഡോർ അടയ്ക്കുകയാണ്. മാനസ് ചോദിക്കുന്നത്, എന്തിനാ ഭാവന നീ കഥ കിടക്കുന്നത്, നീ പറയുന്ന സത്യം പുറത്താരും അറിയാതിരിക്കാൻ വേണ്ടി. അപ്പോൾ മാനസ് ഒന്ന് ഷോക്കാവുന്ന, സത്യങ്ങളോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭാവന, നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കി തരാം എന്ന് പറയാൻ ട്ടോ. എന്നിട്ട് ഭാവന ചോദിക്കുന്നുണ്ട്, സുനിൽ ശർമ്മ എവിടെ ഇപ്പോൾ. ഇത് കേട്ടത് മാനസ് ആകെ ഞെട്ടി വിറക്കാൻ ട്ടോ. എനിക്കറിയില്ല ഭാവന എന്ന് പറയാൻ. നിനക്കറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞത് നിന്റെ ഫോൺ ഇങ്ങെടുക്ക് എന്ന് പറയാൻ ട്ടോ ഭാവന. അപ്പോൾ മാനസ് ആദ്യം വിസമ്മതിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും ഭാവന ചോദിക്കുമ്പോൾ അവൾ ഫോൺ കൊടുക്കുകയാണ്. അങ്ങനെ ലോക്ക് മാറ്റി തരാൻ വേണ്ടി പറയാണ് ഭാവന. അങ്ങനെ ലോക്കൊക്കെ മാറ്റി ഭാവനയുടെ കയ്യിൽ മാനസ ഫോൺ കൊടുക്കുക. ശേഷം അവൾ ആ ഫോണൊക്കെ ചെക്ക് ചെയ്യാണ്. എന്നിട്ട് അതിൽ നിന്ന് സുനിലിന്റെ നമ്പർ എടുത്തിട്ട് ചോദിക്കുന്നുണ്ട്, ഇതാരാണ്. എനിക്കറിയില്ല ഭാവന എന്ന് വീണ്ടും പറയാണ് മാനസ്. നീ കളവൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലേ എന്ന് ചോദിക്കാൻ ട്ടോ ഭാവന. എങ്കിലൊരു കാര്യമുണ്ട്, ആരാണെന്നറിയാൻ ഞാൻ നമ്പറിലേക്ക് വിളിച്ചോളാം എന്ന് പറഞ്ഞ് അവൾ അതിലേക്ക് കോൾ ചെയ്യാൻ നിൽക്കുകയാണ്. ആ സമയത്ത് മാനസ വന്നിട്ട് ഭാവനയുടെ കൈ പിടിക്കുകയാണ്. വേണ്ട ഭാവന, ഞാൻ എല്ലാം പറയാം, അത് സുനിലിന്റെ നമ്പറാണ്. അപ്പോൾ ഭാവന ചോദിക്കും, നിങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല എന്നല്ല നീ എന്നോട് പറഞ്ഞത്, ദുബായിൽ നിന്നും വന്നതിന് ശേഷം അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ലെന്ന്, പിന്നെ എങ്ങനെ ഇത് സംഭവിച്ചു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, അവൻ എന്നെ വീണ്ടും ഒരുപാട് തവണ കോളിൽ വിളിച്ചിരുന്നു, പക്ഷെ ഞാൻ കോളൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ല ഭാവന. ഓക്കെ, അത് നിങ്ങളെ പേഴ്സണൽ കാര്യം. ഇപ്പോൾ സുനിൽ എവിടെയുണ്ട്, നീ അറിയാതെ അവൻ എവിടെയും പോകില്ലല്ലോ എന്ന് ചോദിക്കുകയാണ്. അതിനവളൊന്നും മറുപടി പറയാതെ താഴോട്ട് നോക്കി നിൽക്കുകയാണ്. ഇപ്പോൾ ഞാനും വല്യമ്മയും ആരെ കാണാനാണ് പോയത് എന്ന് നിനക്കറിയാം, മഹേന്ദ്ര ശർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും എന്ന് പറയാൻ ട്ടോ ഭാവന. ഇത് കേൾക്കുമ്പോൾ മാനസ ആകെ ഷോക്കാവുക. ഭാവന, നിങ്ങൾ എന്തിനാ അവരെ കാണാൻ പോയത്, എന്നെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്നാണ് നീ കരുതിയത്. എന്നെ തട്ടിക്കൊണ്ടുപോയത് ആ മഹേന്ദ്ര ശർമ്മയാണ്. നിനക്ക് വേണ്ടി അവർ പല തവണ ശ്രമിച്ചതാണ്, നിന്നെ കിട്ടാത്തത് കൊണ്ട് അവർ എന്നെ കുരുക്കിട്ടു, അവസാനം ഞാനാണ് അതിൽ വീണത്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവര് അവസാനം ഭാവനയോട് മാനസയെ കണ്ടെത്തി തരാൻ പറഞ്ഞു. അവരൊന്നും സത്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് അവളെ വിട്ടതെന്നൊക്കെ പറയാൻ ട്ടോ. എല്ലാം കേൾക്കുന്ന മാനസ ആകെ ഷോക്കാവുകയാണ്. എന്നിട്ട് ഭാവന പറയുന്നുണ്ട്, മാനസ എന്റെ സ്ഥാനത്ത് നിന്നെയാണ് അവരുടെ കയ്യിൽ കിട്ടിയതെങ്കിൽ സുനിൽ എവിടെയാണെന്ന് അറിയാതെ അവർ ഒരിക്കലും നിന്നെ വിട്ടയക്കില്ലായിരുന്നു. നിന്നെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും വല്യമ്മ ഇന്നും പോയത്, പക്ഷെ അവരൊരിക്കലും കോംപ്രമൈസിന് തയ്യാറല്ല. അതുകൊണ്ട് നിനക്കറിയാവുന്ന സത്യം നീ തുറന്നു പറയുന്നതായിരിക്കും നല്ലത്. അവരെ മകനെ കിട്ടാതെ അവർ ഈ നാട്ടിൽ നിന്ന് പോകും തോന്നുന്നില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ നീ ആലോചിച്ച് തീരുമാനിക്കുക എന്ന് പറഞ്ഞ് ഫോണും അവളുടെ കയ്യിൽ കൊടുത്തിട്ട് ഭാവന അവിടെ നിന്ന് പോവാൻ ട്ടോ. മാനസയാട്ടെ ആകെ ടെൻഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പുറത്ത് വരുന്ന ഭാവനയും കാത്ത് ജാനകി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ട്ടോ. എന്തായി മോളെ, അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കാം. ഇല്ല വല്യമ്മേ, ഞാൻ എങ്ങനെ ചോദിച്ചിട്ടും അവൾ ഒന്നും പറയാതെ കല്ല് പോലെ നിൽക്കുകയാണ്. എന്തായാലും ഞാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അവളെ മനസ്സൊന്ന് ആടി ഉലഞ്ഞിട്ടുണ്ട്. എന്തായാലും വല്യമ്മ അവളെ ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പോൾ തന്നെ അവൾ ആർക്കെങ്കിലും കോൾ ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയാൻ ട്ടോ. അതെല്ലാം ഞാൻ നോക്കിക്കോളാം മോളെ എന്ന് ജാനകിയും പറയാണ്. പിന്നീട് ഭാവന സൂര്യയുടെ അടുത്തേക്ക് പോവാൻ ട്ടോ. എന്നിട്ട് സൂര്യയോട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പോൾ ഭാവന പറയുന്നത്, ഞാൻ എന്ത് ചോദിച്ചിട്ടും അവൾ എന്തിനാ ഇങ്ങനെ കള്ളം പറയുന്നത്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ചില കാര്യങ്ങൾ അങ്ങനെയാണ് ഭാവന, ചില രഹസ്യങ്ങൾ ആരും ആരോടും പറയില്ല. ചിലപ്പോൾ അവർ തമ്മിൽ നല്ല ബന്ധത്തിലായിരിക്കില്ല, അതുകൊണ്ടായിരിക്കും അവൾ നമ്മോട് പറയാൻ മടിക്കുന്നത് എന്ന് പറയാൻ ട്ടോ സൂര്യ. എന്തായാലും നമുക്ക് അവളോടൊന്ന് സംസാരിച്ചാൽ, അവൾക്ക് പറയാനുള്ളത് സുനിലിനെ പാരന്റ്സിനോട് പറഞ്ഞിട്ടില്ലെങ്കിൽ അവർ വീണ്ടും തന്നെയായിരിക്കും ഭാവന വേട്ടയാടുന്നത് എന്നൊക്കെ സൂര്യ പറയാണ്. എങ്കിൽ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ മാനസയുടെ അടുത്തേക്ക് പോവാൻ ട്ടോ. മാനസയാവട്ടെ ചെയറിലിരുന്ന് ഓരോ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. അങ്ങനെ സൂര്യ ചോദിക്കുന്നുണ്ട് മാനസയോട്, മാനസ സുനിൽ എവിടെയാണെന്ന് നിനക്കറിയാമോ, അറിയാമെങ്കിൽ ഇപ്പോഴെങ്കിൽ ഞങ്ങളോട് തുറന്നു പറ. അവർ നിയമപരമായിട്ട് കാര്യങ്ങൾ നീങ്ങിയ നീ എന്തായാലും പെടും.
പിന്നീട് കോടതിയെല്ലാം നീ കയറി ഇറങ്ങേണ്ടി വരും. നീ അവനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്നൊന്നും നിനക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയാൻ കേട്ടോ. അവരെന്തായാലും അവനെ കണ്ടെത്തിയിട്ടേ പിന്മാറുകയുള്ളൂ എന്നൊക്കെ പറയാണ്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്കറിയില്ല എന്ന്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുക എന്നൊക്കെ അവൾ ദേഷ്യത്തിൽ പറയാണ്. അപ്പോൾ ഭാവന വന്നിട്ട് പറയുന്നുണ്ട്, മാനസ എന്തെങ്കിലും സത്യം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ അത് കണ്ടെത്തി അവരോട് പറയാമെന്ന് പറഞ്ഞിട്ടാണ് അവരെന്നെ വിട്ടയച്ചത്. എനിക്ക് വേണമെങ്കിൽ ഈ കാര്യം അജിത് സാറോട് പറയാം. അജിത് സാർ അറിഞ്ഞാൽ ആ നിമിഷം അത് കേസാകും. ഇനി ഉണ്ടാകാൻ പോകുന്ന കാര്യങ്ങളെ നിനക്കറിയാമല്ലോ. അപ്പോഴേ മാനസയുടെ മുഖം ഒന്ന് വല്ലാതാവുന്നുണ്ട്. പിന്നീട് സൂര്യ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും സത്യമുണ്ട് നീ നന്നായിട്ട് ആലോചിക്കുമെന്ന്, എന്നിട്ട് ആരുടെങ്കിലും ഒന്ന് തുറന്നു പറയാൻ നോക്കും. ഞാൻ എന്തായാലും ആ മഹേന്ദ്ര ശർമ്മയെ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് സൂര്യ അവിടെ നിന്ന് പോവാൻ. പിന്നീട് കാണിക്കുന്നത് മാനസ ചുറ്റും ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം ഫോൺ എടുത്തിട്ട് കോൾ ചെയ്യാൻ. അതേസമയം ജാനകിയാവട്ടെ അവളെ വാച്ച് ചെയ്തുകൊണ്ട് നടക്കുകയാണ്. ഇവൾ ആർക്കാണ് ഈ കോൾ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി തൊട്ട് പിന്നാലെ തന്നെ നടന്നിട്ട് അവിടെ ഒളിച്ചു നിൽക്കുകയാണ്. പക്ഷെ മാനസ ട്രൈ ചെയ്യുന്നത് കിട്ടുന്നില്ല കേട്ടോ. അങ്ങനെ അവൾ ആ കൺഫ്യൂസ്ഡായി നിൽക്കുകയാണ്. അപ്പോഴാണ് ജയ വരുന്നത് ജാനകി കാണുന്നത്. ഇവൾ എന്തിനാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറഞ്ഞിട്ട് ജാനകി ഒളിച്ചിരുന്ന സ്ഥലത്ത് നിന്ന് അപ്പുറത്തേക്ക് മാറി നിൽക്കുകയാണ്. ജയ വന്നിട്ട് ചോദിക്കുന്നത്, എന്താ മോളെ, എന്തിനാണ് ഭാവന നിന്നെ കാണണമെന്ന് പറഞ്ഞത് എന്ന് ചോദിക്കാണ്ട്. അപ്പോൾ മാനസ പറയുന്നുണ്ട്, ആന്റി ഭാവനെ തട്ടിക്കൊണ്ടുപോയത് ആരാണെന്ന് വിചാരിച്ചിരിക്കുന്നത്? ആ മഹേന്ദ്ര ശർമ്മയും അദ്ദേഹത്തിന്റെ ഭാര്യയുമാണ്. അവർക്ക് സുനിൽ ശർമ്മ എവിടെയാണെന്ന് അറിയാം. അവർ എന്നെ തട്ടിക്കൊണ്ടു പോകാൻ നിന്നതാണ്. പക്ഷെ ഇപ്പോൾ ഭാവനയാണ് അവർക്ക് കിട്ടിയത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ കേട്ടോ. ഇതെല്ലാം കേട്ട് ജയ ആകെ ഷോക്കായി നിൽക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ആകെ പ്രശ്നമാകുമല്ലോ മോളെ. സത്യമായിട്ടും മോക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും അറിവുണ്ട്? അന്ന് അവർ ഇവിടെ വന്ന് പ്രശ്നമുണ്ടാക്കിയതാണല്ലോ. സുനിലിനെ മോൾ കണ്ടിരുന്നോ എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ മാനസ് ചോദിക്കുന്നത്, എന്താ ആന്റി ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? ആന്റിക്ക് എന്നെ നന്നായിട്ട് അറിയാവുന്നതല്ലേ. ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഈ വീട്ടിൽ തന്നെയുള്ളത്. പിന്നെ എങ്ങനെ ഞാൻ സുനിലിനെ കാണുന്നത് എന്നൊക്കെ ചോദിക്കാൻ കേട്ടോ മാനസ്. അല്ല, ഞാൻ എന്റെ സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ് എന്നൊക്കെ പറയാൻ കേട്ടോ ജയ. എന്നിട്ട് അവൾ ആ കൺഫ്യൂസ്ഡ് ആയിട്ട് തന്നെ അകത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവന അവളെ തട്ടിക്കൊണ്ടുപോയ കാര്യങ്ങളെയൊക്കെ കുറിച്ചൊക്കെ വിജയപത്മനെ വിളിച്ച് അറിയിക്കാൻ കേട്ടോ. അവസാനം അവർ ഡിമാൻഡ് ചെയ്തിരിക്കുന്നത് മാനസയിൽ നിന്ന് സത്യങ്ങൾ അവൾ കണ്ടെത്തി കൊടുക്കണം, അല്ലെങ്കിൽ മാനസയെ അവർക്ക് വിട്ടുകൊടുക്കണം, അവർ സത്യങ്ങളെല്ലാം പറയിപ്പിക്കാം എന്നൊക്കെയാണ് പറഞ്ഞത് എന്നൊക്കെ വല്യച്ഛനോട് പറയാൻ കേട്ടോ ഭാവന. എല്ലാം കേൾക്കുന്ന വിജയപത്മൻ ഒന്ന് ഷോക്കാവുന്നുണ്ട്. അല്ല മോളെ, ഇനി മാനസയ്ക്ക് എല്ലാ സത്യങ്ങളും അറിഞ്ഞിട്ടും അവൾ മനഃപൂർവ്വം പറയാതിരിക്കുന്നതാവുമോ? ആ മഹേന്ദ്ര ശർമ്മയും ഭാര്യയും പറഞ്ഞതിൽ വല്ലത് കാര്യമുണ്ടാകുമോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, അവൻ ഇവിടെ വന്നതിലുള്ള തെളിവുകളെല്ലാം അവരെന്നെ കാണിച്ചു. അവൾക്ക് വിളിച്ചതിലുള്ള തെളിവുകൾ അവളുടെ ഫോണിലുമുണ്ട്. പക്ഷെ ഒന്നും അങ്ങ് അവൾ വിട്ടു പറയുന്നില്ല വല്യച്ഛ, അതാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനും വല്യമ്മയും കൂടി ഇനി അവരെ കാണാൻ പോകുമ്പോൾ സൂര്യയും വല്യച്ഛനും ഞങ്ങളുടെ കൂടെ വേണം. സമാധാനപരമായിട്ട് തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം സംസാരിക്കാം. എന്നിട്ട് ബുദ്ധിപൂർവ്വം എല്ലാ രഹസ്യവും പുറത്ത് കൊണ്ടുവരണം എന്നൊക്കെ പറയാണ്. എല്ലാത്തിനും മോളെ കൂടെ ഞങ്ങളുമുണ്ട് എന്ന് പറയാൻ കേട്ടോ വിജയപത്മൻ. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ജയ എല്ലാവർക്കും ഭക്ഷണമൊക്കെ ടേബിൾ കൊണ്ടുവന്ന് വിളമ്പാൻ ഒരുങ്ങി നിൽക്കുകയാണ്. അപ്പോൾ ജാനകിയും അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ജാനകിയെ കണ്ടതും പ്രസിദ്ധ പറയുന്നുണ്ട്, ഓ വന്നല്ലോ, സ്വസ്ഥമായിട്ടിരുന്നൊന്ന് ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. ഇനിയിപ്പോൾ എണീക്കുന്നതായിരിക്കും നല്ലത്. ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇപ്പോൾ നോക്കുന്നത് ജാനകി. അവൾ വിചാരിക്കുന്നത് പോലെയല്ലേ ഇപ്പോൾ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. ഇത് കേൾക്കുന്ന ജാനകി ചോദിക്കുന്നു, ആഹാ പ്രസീത എന്തോ എന്നെ ഒന്ന് കുത്തി പറഞ്ഞതാണല്ലോ. അതെന്താ ജയക്ക് ഇവിടെ ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലേ? അവൾ പറഞ്ഞതിനപ്പുറം ഇവിടെ ഒന്നും നടക്കില്ല എന്ന വാദത്തിലായിരുന്നല്ലോ. ഇപ്പോൾ എല്ലാം മാറിയോ പ്രസീതെ എന്ന് ചോദിക്കുകയാണ്. എന്തായാലും ഇനി എന്നെ നിങ്ങൾ അധികകാലം ഇവിടെ സഹിക്കേണ്ടി വരില്ല. ഉടൻ തന്നെ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമുണ്ടാകും. അതോടുകൂടി ഞങ്ങൾ അങ്ങ് പോവുകയും ചെയ്യുമേ എന്ന് പറയാണ്ട്. അപ്പോൾ ജയ ചോദിക്കുന്നതിന്, എന്ത് കാര്യങ്ങൾക്ക് തീരുമാനം? നീ എന്താ ജാനകി ഇങ്ങനെ കുത്തി പറയുന്നത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, മിക്കവാറും ഇവിടെ ആരും പ്രതീക്ഷിക്കാത്ത ചില ടെസ്റ്റുകളൊക്കെ സംഭവിക്കും. അപ്പോൾ ഈ പറയുന്നവരെല്ലാം ഇവിടെ തന്നെ വേണം. ജാനകിയുടെ സംസാരം കേട്ടിട്ട് ഒന്നും മനസ്സിലാകാതെ പ്രസീതയും ജയയും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് സൂര്യ മഹേന്ദ്ര ശർമ്മയും മോഹിനി ശർമ്മയെ കാണാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. അങ്ങനെ അവരുമായിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ കരുതുന്ന പോലെ ഭാവനയ്ക്ക് ചോദിക്കാനും പറയാനും ആളില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എന്റെ ഭാര്യയാണ് ഭാവന. എനിക്ക് അവളെന്ന് വെച്ചാൽ ജീവനാണ്. അവളുടെ ഈ അവസ്ഥയിൽ അവൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി നടക്കുന്നതൊന്നും അവൾക്കത്ര ശരിയല്ല. നന്നായി റെസ്റ്റ് എടുക്കേണ്ട സമയമാണിപ്പോൾ. എന്നിട്ടും അവൾ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. അവൾ ഇപ്പോൾ ഒത്തിരി കഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, സൂര്യ നിന്റെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാകും. ഞങ്ങൾക്ക് ഭാവനയെ ബുദ്ധിമുട്ടിപ്പിക്കണമെന്ന് ഒരു ആഗ്രഹവുമില്ല. മാനസയുണ്ടല്ലോ നിങ്ങളെ വീട്ടിൽ സംരക്ഷിക്കുന്ന അവളെ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചേൽപ്പിക്കാം. അവളിൽ നിന്ന് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ കണ്ടെത്തിക്കോളാം. പിന്നീട് നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകില്ല എന്നൊക്കെ പറയാണ്. അങ്ങനെ അവളെ നിങ്ങൾക്ക് വേണ്ടി വിട്ടുതരാൻ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിയില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത്. അതുകൊണ്ട് മാനസയ്ക്ക് എന്തെങ്കിലും രഹസ്യം അറിയാം എങ്കിൽ അവളുടെ കയ്യിൽ നിന്നും എങ്ങനെയെങ്കിലും ഞങ്ങളത് കണ്ടുപിടിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് എന്റെയും വാക്കാണ്. എന്നല്ലാതെ നിങ്ങൾ ഭാവനയെ ഇങ്ങനെ ബുദ്ധിമുട്ടിപ്പിക്കരുത് എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, സൂര്യ പറയുന്ന വാക്കുകൾ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഭാവനയെ പോലെ തന്നെ നീയും നല്ല ബുദ്ധിമാനാണ് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങളിൽ നിന്നും ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതികരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങളും ഇവിടെ നിൽക്കും. അതല്ല ഇത് പോലീസും കേസും എല്ലാം ആക്കി മുന്നോട്ട് പോകാനാണ് നിങ്ങൾക്ക് ഉദ്ദേശമെങ്കിൽ പിന്നീട് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ഇതായിരിക്കില്ല എന്നും പറയാൻ കേട്ടോ.